പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഡെത്ത് സെല്ലിലാണ് കഴിയുന്നത്. അതീവ ദയനീയമാണ് അവസ്ഥ. നിരന്തരം മാനസിക പീഡനത്തിന് വിധേയനാകുന്നു അദ്ദേഹം. ഈ പുതിയ ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഇമ്രാൻഖാന്റെ ആൺമക്കൾ തന്നെയാണ്. ഇനി ഒരിക്കലും പിതാവിനെ കാണാൻ കഴിയില്ല എന്ന ആശങ്കയിലാണ് അവർ. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൈനിക മേധാവി അസിം മുനീറായിരിക്കും അതിനുത്തരവാദിയെന്ന് കഴിഞ്ഞ ജൂലൈയിൽ പാർട്ടി പ്രവർത്തകരോട് ഇമ്രാൻഖാൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുരക്ഷയെ ചൊല്ലി നിരവധി അഭ്യൂഹങ്ങളും ആശങ്കകളുമാണ് പ്രചരിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പുതിയതാണ് അദ്ദേഹത്തിന്റെ ആൺമക്കളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2023 മുതൽ തുടരുന്ന ഇമ്രാൻഖാന്റെ ജയിൽവാസം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി തുടരുകയാണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഡെത്ത് സെൽ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സെല്ലിലാണ് പിതാവിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇമ്രാൻഖാന്റെ മക്കൾ പറയുന്നത്. ലണ്ടനിൽ താമസിക്കുന്ന കാസിം ഖാനും സുലൈമാൻ ഖാനും സ്കൈ ന്യൂസിന്റെ ദ വേൾഡ് വിത്ത് യാൽദ ഹക്കീം എന്ന പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. പിതാവിന്റെ ജയിൽ ജീവിതം അതീവ ദയനീയമാണെന്നും അദ്ദേഹം കടുത്ത മാനസിക പീഡനത്തിന് വിധേയനാകുന്നുണ്ടെന്നും അവർ പറയുന്നു. ഇമ്രാൻഖാനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന ഭയവും അവർ പ്രകടിപ്പിച്ചു. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ 2 വർഷത്തിലേറെയായി ഏകാന്ത തടവിലാണെന്നാണ് കാസിം ഖാൻ പറയുന്നത്. അദ്ദേഹം താമസിക്കുന്ന സെല്ലിലേക്ക് വൃത്തിഹീനമായ വെള്ളമാണ് നൽകുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിക്കുന്ന തടവുകാരാൽ ചുറ്റപ്പെട്ട അവസ്ഥയാണ്. മനുഷ്യരുമായി യാതൊരു സമ്പർക്കവും നടത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ലെന്ന് കാസിം പറഞ്ഞു. സുലൈമാൻ ഖാൻ ആ സെല്ലിനെ ഡെത്ത് സെൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അവിടെ വെളിച്ചം വിരളമാണ്. ചിലപ്പോൾ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. വേനലിൽ പോലും ഫാനോ കൂളറോ ഇല്ല. ദിവസത്തിൽ 23 മണിക്കൂറും സെല്ലിനുള്ളിലാണ്. ജയിൽ ജീവനക്കാർക്ക് പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവാദമില്ല. ഇത് മാനസിക പീഡന തന്ത്രങ്ങളാണെന്നും സുലൈമാൻ ആരോപിച്ചു. അവസ്ഥ മോശമല്ല, അത്യന്തം ഭയാനകമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ലെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. ജനുവരിയിൽ പാകിസ്ഥാനിലേക്ക് പോയി പിതാവിനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. സന്ദർശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പരസ്യ പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് ഇവർ രാജ്യത്തേക്ക് പോകാനുള്ള പദ്ധതിയിടുന്നത്. വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അധികൃതർ വാക്കു പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു. 7 മാസമായി പിതാവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ ഇമ്രാൻഖാന്റെ മരണവാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് അത്യന്തം സമ്മർദ്ദകരമാണെന്ന് സുലൈമാൻ പറഞ്ഞു. തങ്ങളുടെ പിതാവ് ഒരു അഴിമതി ഇടപാടിനും തയ്യാറാകില്ലെന്നും മക്കൾ ഉറപ്പിച്ചു പറയുന്നു. പാകിസ്ഥാനിലെ അഴിമതി ഇല്ലാതാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമാണ്. പാർട്ടി അംഗങ്ങളെ ജയിലിൽ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകില്ല. അത് അദ്ദേഹത്തെ വിഷാദത്തിലാക്കുമെന്നും കാസിം വിശദീകരിച്ചു. ഇമ്രാന്റെ കുടുംബവും പാർട്ടിയും അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മുൻപും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ സഹോദരി ഉസ്മാ ഖാൻ ഈ മാസം അദ്ദേഹം മാനസിക പീഡനം നേരിടുന്നുവെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. സന്ദർശനം വിലക്കിയതിനെ തുടർന്ന് ഇമ്രാൻഖാന്റെ സഹോദരിമാരും PTI പ്രവർത്തകരും അഡിയാല ജയിലിന് പുറത്ത് വീണ്ടും കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ജലപീരങ്കികൾ ഉപയോഗിച്ചാണ് പോലീസ് അവരെ പിരിച്ചുവിട്ടത്. രാസമിശ്രിതമുള്ള വെള്ളം ഉപയോഗിച്ചതായും പാർട്ടി ആരോപിച്ചിരുന്നു. എന്നാൽ സ്കൈ ന്യൂസിനോട് സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് മൊഷറഫ് സൈദി ഇമ്രാന്റെ മക്കളുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണുണ്ടായത്. ഇമ്രാൻഖാൻ ഏകാന്ത തടവിലല്ല. 860 ദിവസത്തിനിടെ 870 തവണ സന്ദർശനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 1 സന്ദർശനം മാത്രമാണ് അനുവദനീയമെന്നും അദ്ദേഹം പറഞ്ഞു. 2018 മുതൽ 2022 വരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ 2022 പാർലമെന്റ് വോട്ടെടുപ്പിലൂടെയാണ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 2023 ഓഗസ്റ്റ് മുതൽ വിവിധ കേസുകളിൽ ജയിലിലാണ് അദ്ദേഹം. ഇമ്രാൻഖാന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.